യഥാർത്ഥത്തിൽ ഈ ഡീൽ ആരോപണം വസ്തുതാപരമാണോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ അത് വസ്തുതാപരമല്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട് വസ്തുതാപരമല്ല? നോക്കൂ, നമ്മുടെ മുന്നിലുള്ള രണ്ട് യാഥാർത്ഥ്യങ്ങളുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം, പൊന്നാനി, ചാലക്കുടി, പത്തനംതിട്ട ഒഴികെയുള്ള 16 സ്റ്റേറ്റുകളിലും BJP അവരുടെ വോട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നിയമസഭയുടെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 18 ഇടങ്ങളിൽ LDFന് സമാനമായ രീതിയിൽ BJP ലീഡ് നില ഉയർത്തിയിട്ടുണ്ട്. 11 ഇടങ്ങളിൽ LDFിനോടൊപ്പം BJP ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൊട്ടടുത്തുവരെ ലീഡിനടുത്തുവരെ എത്തിയിട്ടുണ്ട്. ഇതാണ് യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യത്തെ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല. പക്ഷേ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. അത് മൂന്നാം ഊഴം BJPക്ക് കൊടുക്കുന്നു എന്ന് മാത്രമല്ല, അവിടെ കേരളത്തിൽ നിന്ന് 2-ൽ 3 ഒരുപക്ഷെ MP മാരുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഒന്ന്, തിരുവനന്തപുരത്ത് നിന്ന് രാജീവ് ചന്ദ്രശേഖർ, ആറ്റിങ്ങലിൽ നിന്ന് V മുരളീധരൻ, തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപി. വലിയ തരത്തിലുള്ള മോദി പ്രഭാവം ഉണ്ടായിരുന്നൊരു തെരഞ്ഞെടുപ്പാണ് 2024 കടന്നു പോകുന്നത്. അതായത് കേരളത്തിൽ BJP അവരുടെ വോട്ട് വിഹിതം ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ച തെരഞ്ഞെടുപ്പാണ്. 19% BJP വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പായപ്പോഴോ എവിടെ പോയി ആ വോട്ട് വിഹിതം? നേരെ കുത്തനെ ഇടിഞ്ഞ് BJPയുടെ വോട്ട് വിഹിതം 13% വീണു. എന്നുവെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? 2016 പിണറായി വിജയൻ അധികാരത്തിലേക്ക് വരുമ്പോൾ എന്തായിരുന്നോ BJPയുടെ വോട്ട്, അതുതന്നെയാണ് 2026 പിണറായി വിജയൻ രണ്ടാം പിണറായി സർക്കാർ അവരുടെ ഭരണം അവസാനിപ്പിക്കുമ്പോഴും BJPയുടെ വോട്ട്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെയും 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെയും കണക്കുകൾ പരിശോധിച്ചാൽ ഓൺ ഗ്രൗണ്ട് BJPയുടെ വോട്ട് വിഹിതം ആ അർത്ഥത്തിൽ വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടില്ലെന്ന് കാണാൻ കഴിയും. ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് 10 വർഷത്തിനിടയിൽ കോൺഗ്രസ് ഭരിച്ചൊരു സംസ്ഥാനത്ത് BJPയുടെ വോട്ട് വളരാതിരുന്നിട്ടുള്ളത്? ഏതെങ്കിലും ഒരു സംസ്ഥാനം പറയാൻ പറ്റൂ? അങ്ങനെ പറയാൻ പറ്റില്ലെന്ന് മാത്രമല്ല, BJP ഭരിച്ച സംസ്ഥാനങ്ങളിലെല്ലാം കൂട്ടത്തോടെ മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും അടക്കം BJPയിലേക്ക് പോയ ചരിത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഏറ്റവും ഒടുവിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് പോലും ഭൂപേൻ കുമാർ ബോറ എന്ന് പറയുന്ന KPCCയുടെ അധ്യക്ഷൻ ഇപ്പോൾ നിൽക്കുന്നത് BJP ക്യാമ്പിലാണ്, അല്ലേ? ആ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് എന്നുള്ളതാണ്. നോക്കൂ, അവിടുത്തെ കോൺഗ്രസിൻ്റെ അധ്യക്ഷനാണ്, PCC അധ്യക്ഷനാണ് ഇന്നിപ്പോൾ BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. 7-ലധികം BJP മുഖ്യമന്ത്രിമാരെ സംഭാവന ചെയ്ത ഒരു പാർട്ടിയല്ലേ കോൺഗ്രസ്. കേരളത്തിലേക്ക് വന്നാൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ 5 സ്ഥാനാർത്ഥികളെ BJPക്ക് വേണ്ടി സംഭാവന ചെയ്ത പാർട്ടിയുടെ പേരെന്താ? കോൺഗ്രസ് എന്നാ. എന്നിട്ട് ആ പാർട്ടി പറയുകയാണ് നമുക്കിവിടെ ഡീല്. ഇന്ന് മത്സരിക്കുന്ന 5 BJP സ്ഥാനാർത്ഥികൾ, NDA സ്ഥാനാർത്ഥികൾ കോൺഗ്രസിൽ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രവർത്തിച്ചിരുന്നവരാണെന്നേ. വളരെ ഒരു തരത്തിലുള്ള ആശങ്കയുമില്ലാതെ ഇറങ്ങിപ്പോകാൻ പറ്റി. ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് CPM-ൽ നിന്ന് ഏതെങ്കിലും ഒരാൾ ഇറങ്ങി BJPയുടെ സ്ഥാനാർത്ഥിയായതായിട്ട് ചൂണ്ടിക്കാണിക്കാൻ പറ്റും?